സമീർ റിസ്വി അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ടിട്ട് ക്രിക്കറ്റ് പ്രേമികൾ അത്ഭുതപ്പെടുന്നുണ്ട്. ഇപ്പോൾ ലക്നൌവിനെതിരെയും മുംബൈനെതിരെയും അദ്ദേഹം അനായാസം ഒറ്റയ്ക്ക് കളി കൊണ്ടുപോയി. ഇപ്പോഴത്തെ ESPN ക്രിക്കറ്റ് ഒരു ഇത് പുറത്തുവിടുന്നുണ്ട്. റിസ്വി ജോയിൻസ് എൻ എലൈറ്റ് ലിസ്റ്റ് 3 കൺസിക്യൂട്ടീവ് മാൻ ഓഫ് ദി മാച്ച് അവാർഡ്സിൻ്റെ IPL നിരക്കനെ 3 മാൻ ഓഫ് ദി മാച്ച് കിട്ടുന്ന പ്ലെയർ ലിസ്റ്റിലേക്ക് അദ്ദേഹം ഇപ്പോൾ വന്നിട്ടുണ്ട്. JK സ്കാലിസ് 2010 RCB കളിക്കുമ്പോൾ, പിന്നെ ഇന്ത്യൻ സൂപ്പർ പ്ലെയർ, ഇന്ത്യൻ ലെജൻഡ് വീരേന്ദ്ര സെവാഗ് 2012 ഡൽഹി കളിക്കുമ്പോൾ, പിന്നെ ഗ്ലെൻ മാക്സ്വെൽ 2014 പഞ്ചാബിന് കളിക്കുമ്പോൾ, എയറോൺ ഫിഞ്ച് 2016 ഗുജറാത്ത് ലയൺസിൽ കളിക്കുമ്പോൾ, പിന്നെ ഇപ്പോൾ വിരാട് കോഹ്ലി, കിങ് കോഹ്ലി 2016 RCB കളിക്കുമ്പോൾ, ആ സീസൺ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ജോസ് ദ ബോസ് 2018 രാജസ്ഥാന് കളിക്കുമ്പോൾ, പിന്നെ രുദ്രാജ് ഗെയ്ക്വാദ് 2020 CSK കളിക്കുമ്പോൾ, 2020 അദ്ദേഹത്തിൻ്റെ പ്രകടനം, അദ്ദേഹം വന്ന് CSK ഡെബ്യൂട്ട് സീസണാണ്. 2025-26 സീസണിൽ സമീർ റിസ്വി ഇക്കളി 2 കളിയും കഴിഞ്ഞ സീസണിൽ അവസാനത്തെ കളിയും അദ്ദേഹം മാൻ ഓഫ് ദി മാച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ സമീർ റിസ്വിയിൽ വേറെ റെക്കോർഡ് എന്താണെന്നറിയോ? അൺക്യാപ്ഡ് ബാറ്റേഴ്സ് ടു സ്കോർ 3 കൺസിക്യൂട്ടീവ് IPL 50+ സ്കോർസ്. രുദ്രാജ് ഗെയ്ക്വാദ് 2020, പ്രഭ് സിമ്രാൻ സിംഗ് 2025, സമീർ റിസ്വി 2025-ലും 26-ലും. അൺക്യാപ്ഡ് പ്ലെയർ ടു ഗെറ്റ് കൺസിക്യൂട്ടീവ് മാൻ ഓഫ് ദി മാച്ച് ആൻഡ് 50+ സ്കോർ. രുദ്രാജ് ഗെയ്ക്വാദ് 2020-ലും സമീർ റിസ്വി 2025-26-ലും. അതാ പറഞ്ഞത്, ഇത് റിസ്വിയുടെ കാലമല്ലേ.